ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ 2024 ഹൈക്കോർട്ട് ടെസ്റ്റിൻ്റെ കേരളയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ സീരീസാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് തൊട്ട് മുമ്പിലത്തെ ഇതിലിപ്പം 2022 തൊട്ട് മുമ്പിലത്തെ ഹൈക്കോർട്ട് ടെസ്റ്റിൻ്റെ എക്സാം നടന്നത്. അപ്പം അന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം 2020-ലും 2019-ലും 2016-ലും നടന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയായിരിക്കും. അപ്പം ഇന്ന് നമുക്ക് 2022 നടന്ന ഹൈക്കോർട്ട് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിതിലെ ക്വസ്റ്റ്യനും ആൻസറും നോക്കി അങ്ങ് പോകും. കാരണം ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. ഓക്കെ, അപ്പം ഏതൊക്കെ പോർഷനിൽ നിന്ന് എത്രയൊക്കെ ക്വസ്റ്റ്യൻ വരും, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഓരോന്നായിട്ട് വായിക്കാം, അതിൻ്റെ ആൻസർ നോക്കി നമ്മൾ പോവുകയും ചെയ്യുള്ളൂ. അപ്പം ഇത് വെച്ചിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ പഠിത്തം പുതുതായിട്ട് എന്ത് പഠിക്കണം അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിലെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഇന്ത്യൻ എയർഫോഴ്സ് ഹെലികോപ്റ്റർ വിച്ച് ക്രാഷ്ഡ് നിയർ കോനൂർ ഇൻ തമിഴ്നാട് ഓൺ 8th ഡിസംബർ 2021. ഓക്കെ, 8th ഡിസംബർ 2021 വരുന്നത്. 8th ഡിസംബർ 2021. ഓക്കെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, തമിഴ്നാട്ടിൽ വെച്ചിട്ടാണ് നമ്മുടെ ഒരു ഹെലികോപ്റ്റർ, നേവിയുടെ എയർഫോഴ്സിൻ്റെ ഒരു ഹെലികോപ്റ്റർ തകർന്നു വീണത്. അതിനകത്ത് നമ്മുടെ കമ്പൈൻഡ് ഡിഫൻസ് സർവീസിൻ്റെ ചീഫായിരുന്ന ബിപിൻ റാവത്തൊക്കെ കൊല്ലപ്പെട്ടത് ആ ഒരു ഇഷ്യൂലായിരുന്നു. അപ്പം ആ ഒരു ഇൻസിഡൻറ്റിനെ പറ്റിയാണ് ഇതിൽ ചോദിക്കുന്നത്. ഇതിപ്പം 2022 നടന്ന എക്സാമാണ്. 2022 നടന്ന എക്സാമിന് 2021 ഡിസംബറിലെ അന്നത്തെ കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആയിരുന്നത്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ കയറി വന്നത്. അപ്പം അന്നത്തെ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി ഓപ്ഷനാണ്. MI-17V5 എന്നുള്ള ആ ഒരു ഹെലികോപ്റ്ററാണ് ഇതിനകത്ത് തകർന്നു വീണത്. ഇത് കറണ്ട് അഫെയർ ഏരിയ എന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 2021 നടന്ന സംഭവമാണ്. 22 നമ്മുടെ എക്സാം നടന്നത്. അപ്പോൾ ഓർക്കുക, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ MI-17V5 എന്നുള്ള ഹെലികോപ്റ്റർ തകർന്നിട്ടാണ് അപകടം ഉണ്ടായത്. തമിഴ്നാട്ടിലെ കൂണൂരിൽ വെച്ചാണ് നടന്നത്. അന്ന് നമ്മുടെ CDS, കമ്പൈൻഡ് ഡിഫൻസ് സർവീസിൻ്റെ ചീഫായിരുന്ന ബിപിൻ റാവത്ത് ആ ഒരു ഇൻസിഡൻറ്റിൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ സ്കീം ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് ടു സപ്പോർട്ട് ദി ചിൽഡ്രൻ ഹു ഹാവ് ലോസ്റ്റ് ബോത്ത് പാരൻസ് ഡ്യൂ ടു COVID-19. ഇതും അന്നത്തെ ഒരു കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ COVID-19 ബന്ധപ്പെട്ടിട്ട് രണ്ട് പാരൻസിനെയും നഷ്ടപ്പെട്ട, അതായത് അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട ചിൽഡ്രൻസിന് വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഒരു സ്കീം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്കീം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് PM JOY പറയുന്നുണ്ട്, PMJJBY പറയുന്നുണ്ട്, PM കെയർ ഫോർ ചിൽഡ്രൻ പറയുന്നുണ്ട്, അതുപോലെ തന്നെ ശിശു സുരക്ഷാ യോജന എന്ന് പറയുന്നുണ്ട്. അങ്ങനെ 4 സ്കീം കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് PM കെയർ ഫോർ ചിൽഡ്രൻ ആണ്. PM കെയർ ഫോർ ചിൽഡ്രൻ, സി ഓപ്ഷനാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് ദ സെക്ഷൻ ഓഫ് ദി ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജി അമെൻഡ്മെൻറ്റ് ആക്ട് 2008 ഡീലിംഗ് വിത്ത് സൈബർ ടെററിസം ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മുടെ IT ആക്ട് ഉണ്ട്. IT ആക്ട് ആദ്യം വന്നപ്പോഴാണ്, IT ആക്ട് ആദ്യം വന്നത് 2000-ലാണ്. IT ആക്ട് ആദ്യം വന്നത് എപ്പോഴാണ്? 2000-ലാണ്. അത് കഴിഞ്ഞതിന് ശേഷം 2007 വന്ന IT ആക്ടിനെ അമെൻഡ്മെൻറ്റ് നടത്തിയിട്ട് 2008 പുതിയ നിയമം വന്നു. 2008 അതിനൊന്ന് അമെൻഡ്മെൻറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് പ്രകാരം സൈബർ ടെററിസത്തിനെ പറ്റി ഏത് വകുപ്പാണ് ഡീൽ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അതിനിപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ സെക്ഷൻ ഏതെന്നാണ് ചോദിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് 66F ആണ്. 66F ഓപ്ഷൻ ബി ആണ് സൈബർ ടെററിസവുമായിട്ട് ബന്ധപ്പെട്ട ആക്ട് വരുന്നത്. ഓക്കെ, ഇതിനകത്ത് 66A ഉണ്ട്, 67A ഉണ്ട്, 67B ഉണ്ട്. 67A എന്ന് പറയുന്നതാണ് പോണോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ടതാണ്. 67B എന്ന് പറയുന്നത് ചൈൽഡ് പോണോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനൽ താഴെ, ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ടെലഗ്രാം ചാനലിനകത്ത് IT ആക്ടിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു PDF ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഈ ഒരു സെക്ഷൻ പഠിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ദ അതോറിറ്റി വിച്ച് ഗിവ്സ് ഓർഡർ ഫോർ ബ്ലോക്കിംഗ് വെബ്സൈറ്റ്സ് ഇൻ ഇന്ത്യ. IT-യുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. IT ആ ഒരു ഇതുപോലെ സൈഡിൽ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണിത്. അതിൽ ഓപ്ഷൻ വരുന്നത് CERT വരുന്നുണ്ട്, നാഷണൽ സെക്യൂരിറ്റി ഏജൻസി വരുന്നുണ്ട്, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA വരുന്നുണ്ട്, നാഷണൽ സൈബർ സെക്യൂരിറ്റി ഡിവിഷനും വരുന്നുണ്ട്. ഇന്ത്യയിൽ വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്യാൻ പവറുള്ള അതോറിറ്റി ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇന്ത്യയിൽ വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്യാൻ പവറുള്ള അതോറിറ്റി എന്നാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് CERT ആണ്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? CERT ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോഴത്തേക്കും 6th ഷെഡ്യൂൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ മേക്സ് പ്രൊവിഷൻസ് ഫോർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രൈബൽ ഏരിയാസ് ഓഫ്. അപ്പം 6ാമത്തെ ഷെഡ്യൂൾ കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പോൾ പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനകത്ത് 6ാമത്തെ ഷെഡ്യൂളിനകത്ത് എന്താണ് ചില സ്റ്റേറ്റ് ട്രൈബൽ ഏരിയ ഉള്ള ചില സ്റ്റേറ്റുകളുടെ
അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്നുണ്ട്. അത് ഏതൊക്കെ സ്റ്റേറ്റ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ഏതൊക്കെ സ്റ്റേറ്റ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. അപ്പം ഇത് നമ്മൾ പൊളിറ്റിയുടെ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പൊളിറ്റി ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു കോഡും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു കോഡ്? ATM സ്ക്വയർ എന്നുള്ളതായിരുന്നു കോഡ്. ATM സ്ക്വയർ എന്നുള്ളതാണ് കോഡ്. ATM സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും എ എന്ന് പറയുന്നത് അസമാണ്. അസം, ത്രിപുര, പിന്നെ എം സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 എം ഉണ്ട്. രണ്ടും മേഘാലയയും മിസോറാമാണ്. അപ്പോൾ അസം, ത്രിപുര, മേഘാലയ, മിസോറാം. നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോഴത്തേക്കും എ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അസം, മേഘാലയ, ത്രിപുര, മിസോറാം. ഇതാണ് ആൻസർ ആയിട്ട് വരിക. 6ാമത്തെ ഷെഡ്യൂളിൽ ഈ 4 സ്റ്റേറ്റുകളെ പറ്റിയാണ് പറയുന്നത്. 6ാമത്തെ ഷെഡ്യൂളിനകത്ത് ഈ 4 സ്റ്റേറ്റുകൾ അസം, മേഘാലയ, മിസോറാം, ത്രിപുര ഇതിനെ പറ്റിയാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. അടുത്ത ക്വസ്റ്റ്യൻ IT-യുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. IT സെക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സ്പാൻഷൻ ഓഫ് വൈറസ് എന്ന് പറയുന്ന എക്സ്പാൻഷൻ. ഇതൊക്കെ ബേസ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവർക്കും അറിയാവുന്നതൊക്കെ തന്നെയായിരിക്കും. നോക്കുക, അതിൽ ആൻസർ ആയിട്ട് വരുന്നത് ആദ്യത്തെ ഓപ്ഷൻ വരുന്നത് വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സേജ് ഉണ്ട്, വിർച്വൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സേജ് ഉണ്ട്, വൈറ്റൽ ഇമ്പോർട്ടൻറ്റ് റിസോഴ്സ് അണ്ടർ സേജ് ഉണ്ട്, വിർച്വൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സേജ് ഉണ്ട്. ഇതിലിപ്പം ആൻസർ ആയിട്ട് വരുന്നത് എ ഓപ്ഷനാണ് വരിക. വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സേജ് ആണ്. എ ഓപ്ഷനാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? ദ ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് കണ്ടെയ്ൻസ് ദ റൂൾ എഗെയിൻസ്റ്റ് ഡബിൾ ജിയോപാരഡി. ദ ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഡബിൾ ജിയോപാരഡിയുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്നാണ് ചോദിക്കുന്നത്. ഡബിൾ ജിയോപാരഡി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്ന് ചോദിക്കുന്നത്. ഡബിൾ ജിയോപാരഡി എന്ന് പറയുന്നത് എന്താണ്? ഒരേ കുറ്റത്തിന് 2 വട്ടം ശിക്ഷിക്കുന്നതിനാണ് ഡബിൾ ജിയോപാരഡി എന്ന് പറയുക. ഒരേ കുറ്റത്തിന് 2 വട്ടം ശിക്ഷിക്കുന്നതിനെ പറ്റിയാണ് ഡബിൾ ജിയോപാരഡി പറയുക. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ചോദിക്കുന്നത്. ഇതിനകത്ത് ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്, ഓപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ആർട്ടിക്കിൾ 21 1 ഉണ്ട്, ആർട്ടിക്കിൾ 20 2 ഉണ്ട്, ആർട്ടിക്കിൾ 21 1 ഉണ്ട്, ആർട്ടിക്കിൾ 21 2 ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ബി ഓപ്ഷൻ ആണ്. ആർട്ടിക്കിൾ 20 2 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഇതിപ്പം ഏതെങ്കിലും ഒരു കേസിനകത്ത് ഒരു ക്രിമിനലായിട്ട് ഒരാൾ പെടുവാണെന്നുണ്ട് എങ്കിൽ അയാളെ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ആർട്ടിക്കിളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് 3 കാര്യങ്ങളാണ് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നത്. 3 കാര്യങ്ങളിനകത്ത് ഒന്നാമത്തെ കാര്യം എന്താണ്? മുൻകാല പ്രാബല്യത്തോടുകൂടി നിയമങ്ങൾ നടപ്പിലാക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മുൻകാല പ്രാബല്യത്തോടുകൂടി നിയമങ്ങൾ നടപ്പിലാക്കാൻ പാടില്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരേ കുറ്റത്തിന് ഒരാളെ 2 വട്ടം ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. മൂന്നാമത്തെ കാര്യം പറയുന്നത് ഒരാൾക്കെതിരെ തെളിവ് നൽകാൻ അയാളെ തന്നെ പ്രേരിപ്പിക്കരുത് എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം പറയുന്നത്. അപ്പോൾ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് വന്നിട്ട് മുൻകാല പ്രാബല്യത്തോടെ നിയമങ്ങൾ നടപ്പിലാക്കാൻ പാടില്ല. രണ്ടാമത് വന്നിട്ട് ഒരേ കുറ്റത്തിന് 2 വട്ടം ശിക്ഷിക്കാൻ പാടില്ല. മൂന്നാമത് വന്നിട്ട് അയാൾക്കെതിരെ തെളിവ് നൽകാനായിട്ട് അയാളെ തന്നെ പ്രേരിപ്പിക്കരുത് എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം വരുന്നത്. അപ്പോൾ ഇതിലെ ആൻസർ ആയിട്ട് വരുന്നത് ആർട്ടിക്കിൾ 20 2 ആണ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോഴത്തേക്കും ദ ഹൈക്കോർട്ട് വിത്ത് ലാർജസ്റ്റ് നമ്പർ ഓഫ് ബെഞ്ചസ് ഇൻ ഇന്ത്യ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. ഹൈക്കോർട്ട്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ബെഞ്ച് ഉള്ള ഹൈക്കോർട്ട് ഏതെന്നാണ് ചോദ്യം. ഇന്ത്യയിൽ ഡൽഹി ഹൈക്കോർട്ട് കൊടുത്തിട്ടുണ്ട്, കൽക്കട്ട കൊടുത്തിട്ടുണ്ട്, ഗുവാഹത്തി കൊടുത്തിട്ടുണ്ട്, അലഹബാദ് ഹൈക്കോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഗുവാഹത്തി ഹൈക്കോർട്ടാണ്. ഗുവാഹത്തി ആയിട്ടാണ് ഏറ്റവും കൂടുതൽ ലാർജസ്റ്റ് ബെഞ്ച് വരുന്നത്. ഈ ഗുവാഹത്തി ഹൈക്കോർട്ടിലാണ് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോഴത്തേക്കും വേൾഡ് ലാർജസ്റ്റ് സോളാർ പവർ പാർക്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പവർ പാർക്ക് എവിടെയാണെന്ന്, ഏത് സ്റ്റേറ്റിലെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷനിൽ മധ്യപ്രദേശ് ഉണ്ട്, മഹാരാഷ്ട്രയുണ്ട്, കർണാടകയുണ്ട്, രാജസ്ഥാനുണ്ട്. ഓപ്ഷനിൽ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, രാജസ്ഥാനുണ്ട്. അപ്പോൾ ഇതിന് ആൻസർ വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ അല്ലേ. അപ്പം സോളാർ പവർ വേണമെന്ന് വേണം, നല്ല വെയിലും ചൂടും കാര്യങ്ങളൊക്കെ വേണം അല്ലേ. അപ്പോൾ ഈ സ്റ്റേറ്റിനകത്ത് ഏതിലായിരിക്കും ഏറ്റവും കൂടുതൽ ചൂടും കാര്യങ്ങളൊക്കെ വരിക, വെയിലും കാര്യങ്ങളൊക്കെ വരിക? ഉറപ്പായിട്ടും ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും വരിക, രാജസ്ഥാൻ ആയിരിക്കും വരിക അല്ലേ. കാരണം എന്താ, അവിടെ മൊത്തം മെജോറിറ്റി പോർഷൻ എന്താണ്, മരുഭൂമികളാണ് അല്ലേ. അപ്പോൾ അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ സോളാർ പവർ പ്ലാന്റ് വെക്കാനായിട്ട് സാധ്യതയുള്ളത്. അപ്പം അത് തന്നെയാണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഡി രാജസ്ഥാനാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യനിൽ പറയുന്നത് നെയിം ഓഫ് ദി ഓട്ടോബയോഗ്രഫി ഓഫ് ലീല സേത്ത്, ദ ഫസ്റ്റ് വുമൺ ചീഫ് ജസ്റ്റിസ് ഓഫ് സ്റ്റേറ്റ് ഇൻ ഹൈക്കോർട്ട് ഇൻ ഇന്ത്യ എന്ന് ചോദിക്കുന്നത്. ഓക്കെ, അതായത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ലീല സേത്തിൻ്റെ ഓട്ടോബയോഗ്രഫി എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ഏതെങ്കിലും ഒരു ഹൈക്കോർട്ടിൽ, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഹൈക്കോർട്ടിലെ വനിതാ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന ആരാണ്? ലീല സേത്താണ്. അവരുടെ ഓട്ടോബയോഗ്രഫി പറ്റിയാണ് ചോദിക്കുന്നത്. ഓപ്ഷനകത്ത് ഫ്രം ദി ട്രഞ്ചസ് ഉണ്ട്, ഓൺ ബാലൻസ് ഉണ്ട്, നെയ്തർ റോസ് നോ ത്രോൺസ് ഉണ്ട്, ജസ്റ്റിസ് അറ്റ് ഹേർട്ട് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓൺ ബാലൻസ് ആണ് ആൻസർ ആയിട്ട് വരിക. ഓൺ ബാലൻസ് ആണ് ലീല സേത്തിൻ്റെ ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈക്കോർട്ട് ടെസ്റ്റിൻ്റെ എക്സാമിന് പോകുമ്പോഴത്തേക്കും കോടതിയുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അതായത് തൊട്ട് മുമ്പിലത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഏറ്റവും കൂടുതൽ ബെഞ്ചുള്ള കോടതി എന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അത് ചോദിക്കുന്നു ആദ്യത്തെ വുമൺ ചീഫ് ജസ്റ്റിസിനുള്ള പേര് ഇങ്ങോട്ട് തന്നിരിക്കുകയാണ്, അത് തന്നിട്ട് അയാളുടെ ഓട്ടോബയോഗ്രഫിയാണ് ചോദിക്കുന്നത്. പിന്നെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ്, ആദ്യത്തെ വനിതാ ജഡ്ജി, ആദ്യത്തെ സുപ്രീം കോർട്ടിലെ ആദ്യത്തെ വനിതാ ജഡ്ജി എന്നൊക്കെ പറഞ്ഞിട്ട് പേരുകൾ ഒരുപാട് പേരുണ്ട്.
അപ്പം പിന്നെ അതുപോലെ തന്നെ ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി എന്നാണ് സ്ഥാപിച്ചത്, അതുമായി എവിടെയാണ് സ്ഥാപിച്ചത്? കൽക്കട്ടയിൽ 1962 സ്ഥാപിച്ചത്. അപ്പോൾ അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പം കോടതിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് പോകുന്ന ഹൈക്കോടതി എക്സാമിന് നോക്കിയിട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ ടെലഗ്രാം ചാനലിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കോടതികളുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഒരു PDF ഇതിനോട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് നിങ്ങൾ റെഫർ ചെയ്തിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാമിന് അത് വളരെയധികം ഉപകാരപ്പെടും. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോഴത്തേക്കും ചോർമിനാർ ഈസ് സിറ്റുവേറ്റഡ് എറ്റ്. ചോർമിനാർ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തെന്ന് ചോദിക്കുന്നത്. ഓപ്ഷനകത്ത് ഹൈദരാബാദ് ഉണ്ട്, ന്യൂഡൽഹി ഉണ്ട്, നാഗ്പൂർ ഉണ്ട്, അഹമ്മദാബാദ് ഉണ്ട്. ഓപ്ഷനകത്ത് ഹൈദരാബാദ്, ന്യൂഡൽഹി, നാഗ്പൂർ, അഹമ്മദാബാദ് ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്കും എല്ലാവരും ആദ്യമേ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും എന്ന് വിചാരിക്കും അല്ലേ. ചാർമിനാർ ആണെന്ന് വിചാരിക്കും, അവർക്ക് തെറ്റിപ്പോയെന്ന് വിചാരിക്കും. ഉടനെ ചാടി കയറി എന്ത് ചെയ്യുന്നു, ഹൈദരാബാദ് കുത്തുന്നു, ആൻസർ ആയിട്ട് വരുന്നു. നമ്മൾ 1 മാർക്ക് ഉറപ്പിച്ചിട്ട് നമ്മൾ വരും. പക്ഷേ ഇവിടെ ചോർമിനാർ അവർക്ക് സ്പെല്ലിംഗ് തെറ്റിപ്പോയതല്ല, ചോർമിനാർ എന്നൊരു സംഭവം ഉണ്ട്. ഈ ചോർമിനാർ സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ പറയുന്നത് ദ ജഡ്ജ് ഓഫ് അലഹബാദ് ഹൈക്കോർട്ട് ഹു ഇൻവാലിഡേറ്റഡ് ദി ഇലക്ഷൻസ് ഓഫ് ദെൻ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി ഇൻ 1975. അപ്പം 1975 ഇന്ദിരാഗാന്ധി എലക്ട് ചെയ്തിരുന്നത്, അതിൻ്റെ ആ ഒരു ഇലക്ഷൻ എന്ത് ചെയ്തു? ക്യാൻസലായി കളഞ്ഞു. അലഹബാദ് ഹൈക്കോർട്ടാണ് ക്യാൻസലാക്കി കളഞ്ഞത്. അപ്പം ആ ഒരു വിധി പുറപ്പെടുവിച്ച ജഡ്ജി ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനകത്ത് ജഗൻമോഹൻ ലാൽ സിൻഹയുണ്ട്, രജിന്ദർ സച്ചാറുണ്ട്, VR കൃഷ്ണയ്യർ ഉണ്ട്, പിന്നെ YV ചന്ദ്രചൂഡും ഉണ്ട്. ഓക്കെ, ഇത്രയും ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത് A ഓപ്ഷനാണ്. ജഗൻമോഹൻ ലാൽ സിൻഹയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ജഗൻമോഹൻ ലാൽ സിൻഹയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ 75 ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തത്? ഇലക്ഷൻ ഇൻവാലിഡേറ്റ് ആക്കി കളഞ്ഞത്. അത് അലഹാബാദ് ഹൈക്കോടതിയാണ് ആ വിധി പുറപ്പെടുവിച്ചത്. അപ്പോൾ അന്നത്തെ അവിടുത്തെ ജഡ്ജായിരുന്നത് ആരാണ്? ജഗൻമോഹൻ ലാൽ സിൻഹയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോഴത്തേക്കും ദ ഐസോട്ടോപ്പ് ദാറ്റ് ക്യാൻ ബി യൂസ് ടു ഡിറ്റർമൈൻ ദ ഏജ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ. അപ്പോൾ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഏജ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏത് എന്നാണ് ചോദ്യം. സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അതിനകത്ത് യുറേനിയം 235 ഉണ്ട്, തോറിയം 232 ഉണ്ട്, പൊട്ടാസ്യം 40 ഉണ്ട്, കാർബൺ 14 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് D ഓപ്ഷനാണ്. കാർബൺ 14 ആണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഏജ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ 14ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഫസ്റ്റ് മലയാളി ടു ബിക്കം ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായ ആദ്യത്തെ മലയാളി ആര് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഓപ്ഷനായിട്ട് CM സ്റ്റീഫൻ ഉണ്ട്, AC ജോസ് ഉണ്ട്, MM ജേക്കബ് ഉണ്ട്, PJ കുര്യനും ഉണ്ട്. ഈ 4 പേരുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ C ആണ്. ഓപ്ഷൻ C MM ജേക്കബ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ ദ പൊളിറ്റിക്കൽ പാർട്ടി ഓഫ് ഗബ്രിയേൽ ബോറിക് ദ റീസെൻ്റ്ലി എലക്റ്റഡ് പ്രസിഡന്റ് ഓഫ് ചിലി. അപ്പം ഈ റീസെൻ്റ്ലി ചിലിയിലെ പ്രസിഡൻ്റായിട്ട് റീസെൻ്റ്ലി എലക്ട് ചെയ്തിട്ടുള്ള ഗബ്രിയേൽ ബോറിയുടെ പാർട്ടി എന്നാണ് ചോദിക്കുന്നത്. അപ്പം നിലവിലും 2024 ചിലിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇദ്ദേഹം തന്നെയാണ്, ഗബ്രിയേൽ ബോറി തന്നെയാണ്. ഇത് അന്നത്തെ ഒരു കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോഴത്തേക്കും അയാളുടെ പാർട്ടി എന്നാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് സോഷ്യൽ കൺവേർജൻ പാർട്ടിയാണ്. അതായത് ഓപ്ഷൻ D ആണ്, സോഷ്യൽ കൺവേർജൻസ് പാർട്ടിയാണ് നമ്മുടെ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അന്നത്തെ ഒരു കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരമായിട്ട് ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ കറണ്ട് അഫയർ റെഫർ ചെയ്യുന്ന ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പം അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും ദ ഫസ്റ്റ് കോർട്ട് ഓഫ് ഇന്ത്യ വാസ് ഓപ്പൺഡ് അറ്റ് ദ ഹൈക്കോർട്ട് ഓഫ്. അതായത് ഇന്ത്യയിലെ ഏത് ഹൈക്കോടതിയിലാണ് ആദ്യത്തെ കോർട്ട് വരുന്നത്? ഈ കോർട്ട് എന്ന് പറയുമ്പോൾ അറിയാലോ അല്ലേ, പേപ്പർലെസ് ആയിട്ടുള്ള കോർട്ടിനാണ് കോർട്ട് എന്ന് പറയുക. പേപ്പർലെസ് ആയിട്ട് എല്ലാം കമ്പ്യൂട്ടറൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ കോർട്ട് എന്ന് പറയുക. അപ്പം ഇന്ത്യയിലെ ഫസ്റ്റ് ഹൈക്കോടതി ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷനകത്ത് ഹൈദരാബാദ് ഉണ്ട്, ഡൽഹി ഉണ്ട്, മുംബൈ ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട് അല്ലേ. ഹൈദരാബാദ്, ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക ഹൈദരാബാദാണ്. ഹൈദരാബാദാണ് ആൻസർ ആയിട്ട് വരിക. അതായത് നമ്മൾ ഈ കോടതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഹൈക്കോടതി എക്സാമിനായിട്ട് പോകാനായിട്ട്. കാരണം അതിൽ നിന്ന് ഒരുപാട് നമ്പർ ക്വസ്റ്റ്യൻ നമ്മൾ ഇത്ര ഒരുപാട് നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു അല്ലേ. അപ്പം അതുകൊണ്ട് PDF നേരത്തെ പറഞ്ഞ പോലെ PDF നമ്മുടെ ടെലഗ്രാം ചാനൽ ഉറപ്പായിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പം അത് നോക്കി റെഫർ ചെയ്ത് എല്ലാവരും പഠിച്ചിട്ട് വേണം നമ്മൾ ഹൈക്കോർട്ട് ടെസ്റ്റിൻ്റെ എക്സാമിന് പോകാനായിട്ട്. ഓക്കെ, നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. അടുത്തൊരു ചോദ്യം പറയുന്നത് ദ സെലക്ഷൻ കമ്മിറ്റി ദാറ്റ് സെലക്ട് ലോക്പാൽ ഇൻ ഇന്ത്യ കൺസിസ്റ്റ് ഓഫ്. അതായത് നമ്മുടെ ലോക്പാലിലെ അതിനെ സെലക്ട് ചെയ്യാനായിട്ട് ഒരു കമ്മിറ്റി ഉണ്ട്. ഓക്കെ, ലോക്പാലിലെ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിൽ ഇതിൽ ആരൊക്കെ ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ അതിനകത്തൊരു 6 പേരുടെ പേര് പറയുന്നുണ്ട്. ഇതിൽ ആരൊക്കെ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അതിൽ ഒന്നാമത്തത് ദ പ്രസിഡന്റ് ആണ്, പിന്നെ പ്രൈം മിനിസ്റ്റർ ആണ്, പിന്നെ സ്പീക്കർ ഓഫ് ലോക്സഭയാണ്, പിന്നെ ചെയർമാൻ ഓഫ് രാജ്യസഭയാണ്, പിന്നെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ലോക്സഭയാണ്, പിന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുമ്പോഴത്തേക്കും പ്രൈം മിനിസ്റ്റർ എന്തായാലും ഉണ്ട്. അതുപോലെ തന്നെ ലോക്സഭയുടെ സ്പീക്കറും ഉണ്ടാവും. ചെയർമാൻ ഓഫ് രാജ്യസഭ എന്ന് പറഞ്ഞാൽ വൈസ് പ്രസിഡന്റ് ആണ്, അദ്ദേഹം ഇല്ല. പിന്നെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ലോക്സഭ അത് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. പിന്നെ ചീഫ് ജസ്റ്റിസും ഉണ്ടായിരിക്കും. ഈ 4 പേരാണുള്ളത്. ആരൊക്കെയാണുള്ളത്? പ്രൈം
മിനിസ്റ്റർ ഉണ്ടാവും, ലോക്സഭ സ്പീക്കർ ഉണ്ടാവും, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും, പിന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും ഉണ്ടാവും. ഈ ഒരു 4 പേരുണ്ടാവും. അപ്പോൾ ഈ 2, 3, 5, 6 ആണ് ഓപ്ഷൻ ആയിട്ട് വരേണ്ടത്. 2, 3, 5, 6 ആയിട്ട് ഓപ്ഷൻ ബി ആണ് വന്നിരിക്കുന്നത് അല്ലേ? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. 2, 3, 5, 6. അതായത് ലോക്പാലിനെ സെലക്ട് ചെയ്യുന്ന കമ്മിറ്റിക്കകത്ത് മെമ്പർ ആയിട്ട് പ്രൈം മിനിസ്റ്ററും സ്പീക്കർ ഓഫ് ലോക്സഭ ഉണ്ടായിരിക്കും, ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോഴത്തേക്കും എ ബുക്ക് നോട്ട് ആതേർഡ് ബൈ ചട്ടമ്പി സ്വാമികൾ, അതായത് കേരളയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റിനാണ് വരുന്നത്. കേരളമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റിനാണ് വരുന്നത്. ഇതിനകത്ത് ഈ ചട്ടമ്പി സ്വാമികളുടെ അല്ലാത്ത ബുക്ക് ഏതെന്നാണ് ചോദ്യം. ഓക്കെ, പ്രാചീന മലയാളമുണ്ട്, ജീവകാരുണ്യ നിരൂപണമുണ്ട്, അദ്വൈത ദീപികയുണ്ട്, അദ്വൈത ചിന്താ പദ്ധതിയുണ്ട്. അപ്പോൾ ഇതിൽ ആൻസറായിട്ട് വരുന്നത് അദ്വൈത ദീപികയാണ്. അതായത് ദീപികയാണ് ഇതിൽ ആൻസറായിട്ട് വരുന്നത്. ബാക്കിയുള്ള ബുക്കുകളിലൊക്കെ, അതായത് പ്രാചീന മലയാളമാണെങ്കിലും ജീവകാരുണ്യ നിരൂപണമാണെങ്കിലും അദ്വൈത ചിന്താ പദ്ധതി ആണെങ്കിലും ഇതെല്ലാം ചട്ടമ്പി സ്വാമികളുടെ ബുക്ക് തന്നെയാണ് ഉള്ളത്. അപ്പോൾ കേരള എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി അടുത്തതിലേക്ക്, അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഓൺലി കേരളൈറ്റ് മെൻഷൻഡ് ഇൻ ദി ഓട്ടോബയോഗ്രഫി ഓഫ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ ഓട്ടോബയോഗ്രഫിയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരേ ഒരു മലയാളി ആരെന്നുള്ളതാണ്. ഇത് ചോദിച്ച് തഴമ്പിച്ച ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും അറിയാമായിരിക്കും. ആൻസർ ഏതാ വരിക? ബാരിസ്റ്റർ GP പിള്ളയാണ് ആൻസർ ആയിട്ട് വരിക. ബാരിസ്റ്റർ GP പിള്ളയാണ്. ബി ഓപ്ഷനാണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്താണ്? ഐഡന്റിഫൈ ദി നോൺ മെറ്റൽ ദാറ്റ് റിമെയിൻസ് ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചറിലും ലിക്വിഡ് ഫോമിലും സ്ഥിതി ചെയ്യുന്ന നോൺ മെറ്റൽ ഏതെന്നാണ് ചോദിക്കുന്നത്. താഴെ തന്നിരിക്കുന്നതിനകത്ത് നോൺ മെറ്റൽ ഏതെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഒരു കാര്യം നമ്മളിപ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴത്തേക്കും ഈ മെറ്റലും കാണും, ലിക്വിഡും കാണും, റൂം ടെമ്പറേച്ചറും കാണും. മെറ്റലും കാണും, ലിക്വിഡും കാണും, റൂം ടെമ്പറേച്ചറും കാണും. തുറന്ന് നോക്കുമ്പോഴത്തേക്കും, ഓപ്ഷനിലേക്ക് നോക്കുമ്പോഴത്തേക്കും ആദ്യം കാണുന്നത് മെർക്കുറി ആയിരിക്കും. മെർക്കുറി നമ്മൾ അടിച്ചു വെച്ചിട്ട് നമ്മൾ വേറെ കൂടുതലൊന്നും ആലോചിക്കാൻ പോകത്തില്ല. നമ്മൾ മെർക്കുറി അടിച്ചു വെച്ചിട്ട് നമ്മൾ അങ്ങ് പോകും, നെഗറ്റീവ് മാർക്കും കിട്ടും. നോക്കുക, ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഐഡന്റിഫൈ ദി നോൺ മെറ്റൽ എന്നാണ് പറയുന്നത്. എന്നാണ് പറയുന്നത് നോൺ മെറ്റൽ, മെറ്റൽ അല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ഫോമിൽ ചെയ്യുന്ന മെറ്റൽ അല്ലാത്ത സാധനം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ബ്രോമിനാണ് വരുന്നത്. ഇതിന് ആൻസർ വരുന്നതെന്നാണ് ബ്രോമിനാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വളരെ വൃത്തിയായിട്ട് വായിച്ചതിന് ശേഷം മാത്രം, നമ്മളെ പെടുത്താനുള്ളൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ നമ്മൾ വളരെ വൃത്തിയായിട്ട് വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അണ്ടർലൈൻ കൂടെ ചെയ്ത് പോവുകയാണ് നല്ലതായിരിക്കും. അണ്ടർലൈനും കൂടെ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ നോൺ മെറ്റൽ എന്നുള്ളത് നമ്മൾ അണ്ടർലൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ മെർക്കുറി എടുക്കത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ക്വസ്റ്റ്യൻ കാണുന്നു, മെർക്കുറി അടിക്കുന്നു, പോകുന്നു, അടുത്തിലേക്ക് പോകുന്നു, നെഗറ്റീവ് മാർക്ക് വാങ്ങിച്ചുകൊണ്ട് വരുന്നു. അതുകൊണ്ട് ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴത്തേക്കും അണ്ടർലൈൻ ചെയ്ത് പോവുക, പ്രധാനപ്പെട്ട വേർഡ്സ് അണ്ടർലൈൻ ചെയ്ത് പോവുക, അതിനുശേഷം ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതേപോലുള്ള അബദ്ധങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അമിത് ഓൾവേസ് ടേക്സ് ആൻ അംബ്രല്ല ഡാഷ് ഇറ്റ് റെയിൻസ്. അപ്പം ഇംഗ്ലീഷ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ഇതിനകത്ത് ഈ ബ്ലാങ്ക് ഫില്ല് ചെയ്യാനായിട്ട് ഇതിൽ ഏത് ഓപ്ഷൻ കൊണ്ട് ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നത് അല്ലേ. ഇൻഫാറ്റ് ഉണ്ട്, ഇൻ കേസ് ഉണ്ട്, ഇൻ ഹോപ്പ് ഉണ്ട്, ഇൻഫെയർ ഉണ്ട്. ഇത് ബേസ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ്, ഇൻ കേസ് ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ഇൻ കേസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അമിത് ഓൾവേസ് ടേക്സ് ആൻ അംബ്രല്ല ഇൻ കേസ് ഇറ്റ് റെയിൻസ്. ഓക്കെ, ഇൻ കേസ് ഇറ്റ് റെയിൻസ്. അതുപോലെയാണ് അടുത്ത ക്വസ്റ്റ്യൻ, 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ്സ് ഗോ ഡാഷ് നെക്സ്റ്റ് വീക്ക് ഫോർ ഫിഷിംഗ് ഓർ ഫിഷിംഗ് ടു ഫിഷ്. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഫിഷിംഗ് ആണ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഫിഷിംഗ് ആണ് ആൻസർ ആയിട്ട് വരിക. ലെറ്റ്സ് ഗോ ഫിഷിംഗ് നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മുമ്പത്തേക്കും ഫോറൻസിക് ഓഡിറ്റ് റെഫേഴ്സ് ടു ദ എക്സാമിനേഷൻ ഓഫ് ഡാഷ്. ഫോറൻസിക് ഓഡിറ്റ് എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. എ ഡെഡ് പേഴ്സൺസ് ഫിനാൻഷ്യൽ റെക്കോർഡാണോ, എ മർഡേർഡ് പേഴ്സൺസ് ഫിനാൻഷ്യൽ റെക്കോർഡാണോ, ദ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഫിനാൻഷ്യൽ റെക്കോർഡാണോ, ദ ഫിനാൻഷ്യൽ റെക്കോർഡ് ഓഫ് എനി ഇൻഡിവിജ്വൽ ഓർ ഫേം ആണോ എന്നാണ് ചോദ്യം. അപ്പം ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത് ദ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ഓഫ് എനി ഇൻഡിവിജ്വൽ ഓർ ഫേം ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഫോറൻസിക് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഫിനാൻഷ്യൽ റെക്കോർഡ് ഓഫ് എനി ഇൻഡിവിജ്വൽ ഓർ ഫേം ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇൻ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് മീൻസ്. ഇൻ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ആ ഒരു ഫ്രേസിൻ്റെ മീനിങ് ഏതെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇറഗുലാരിറ്റി ഉണ്ട്, കൺസിസ്റ്റൻ്റ്ലി ഉണ്ട്, എന്തൂസിയാസ്റ്റിക്കലി ഉണ്ട്, ഹാർഡ് വർക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇറഗുലർലി ആണ്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഇറഗുലർലി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, വിന്നി ഈസ് എ സൗണ്ട് മെയ്ഡ് ബൈ ഏത് അനിമലാണ് ഈ വിന്നി എന്നുള്ള സൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ സീബ്രയുണ്ട്, ഓളുണ്ട്, റാബിറ്റ് ഉണ്ട്, കങ്കാരു ഉണ്ട്. അപ്പം ഇതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരിക സീബ്രയാണ്. ഓപ്ഷൻ എ സീബ്രയാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അപ്പം അനിമൽ അതിൻ്റെ സൗണ്ട് അത് പഠിക്കാം. അപ്പം അതിൻ്റെ PDF നമ്മുടെ ടെലഗ്രാം ചാനലിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെലഗ്രാം ചാനൽ റെഫർ ചെയ്യുക, അതിനകത്ത് PDF ഉണ്ടാവും. PDF-ൽ ഒരു 5 വെച്ച് ദിവസം എല്ലാം കൂടെ പഠിക്കാൻ ശ്രമിക്കരുത്. എല്ലാം കൂടെ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കൺഫ്യൂഷനായി പോകത്തേ ഉള്ളൂ. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, 5 വെച്ച് പഠിക്കുക. 5 വെച്ച് പഠിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് വൊക്കാബുലറി പഠിക്കാനുണ്ട്. വൊക്കാബുലറി എന്ന് പറയുമ്പോൾ സിനോണിം, ആൻറ്റോണിം പഠിക്കാനുണ്ട്, ഇഡിയം ആൻഡ് ഫ്രേസ് പഠിക്കാനുണ്ട്. ഇതേപോലെ ബേബി ഓഫ് എന്തെങ്കിലും അനിമൽ, അതിൻ്റെ
പേരെന്നത് പഠിക്കാനുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിന് എന്ത് ഇതാണ് പേരെന്നുള്ളത് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഈ സൗണ്ടിൻ്റെ അതിനെപ്പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിൽ നിന്നും ഓരോ 5 എണ്ണം വെച്ച് ഒരു ദിവസം വെച്ച് പഠിച്ചു പോകുക. 5 എണ്ണം വെച്ച് ഒരു ദിവസം വെച്ച് പഠിച്ചു പോകണമെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ നമുക്ക് പഠിച്ച് തീർക്കാനായിട്ട് പറ്റും. അപ്പം അതിനെല്ലാം PDF നമ്മുടെ ടെലഗ്രാം ചാനലിനകത്ത് ഗ്രൂപ്പിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് റെഫർ ചെയ്യുക. റെഫർ ചെയ്തിട്ട് ഒരെണ്ണം വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ക്യാൻ യു ഡാഷ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് എന്നാണ് ചോദ്യം വരുന്നത് അല്ലേ. എക്സ്പ്ലെയിൻ ഫോർ, എക്സ്പ്ലെയിൻ വിത്ത്, എക്സ്പ്ലെയിൻ ഓൺ, എക്സ്പ്ലെയിൻ എന്നാണ് ചോദ്യം വരുന്നത്. അപ്പം ഇതിന് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി ആണ്. എക്സ്പ്ലെയിൻ ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ എക്സ്പ്ലെയിൻ ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ മാച്ച് എൻഡഡ് ഇൻ എ ഡ്രോ. അപ്പം ക്വസ്റ്റ്യൻ ടാഗ് ക്വസ്റ്റ്യൻ ആണത്. മാച്ച് എൻഡഡ് ഇൻ എ ഡ്രോ അതുമായിട്ട് ബന്ധത്തിൽ ഏത് ക്വസ്റ്റ്യൻ ടാഗാണ് കറക്റ്റായിട്ട് വരിക എന്നുള്ളതാണ്. ഈസ് ഇറ്റ് ആണോ, ഹാഡ് ഇറ്റ് ആണോ, ഈസിൻറ്റ് ഇറ്റ് ആണോ, ഡിഡിൻറ്റ് ഇറ്റ് ആണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഇതിലെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? പോസിറ്റീവാണ്. പോസിറ്റീവ് ആയത് കാരണം ആൻസർ എന്തായാലും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ആൻസർ നെഗറ്റീവ്, ടാഗ് നെഗറ്റീവിലായിരിക്കും വരിക. ടാഗ് നെഗറ്റീവ് ആയതുകൊണ്ട് ഓപ്ഷൻ എ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ബാക്കിയുള്ള നോക്കുക. ബാക്കിയുള്ള നോക്കുമ്പോഴത്തേക്കും ഇതിൽ വെർബ് ഏതാ വരുന്നത്? എൻഡഡിലാണ് വെർബ് വരുന്നത് അല്ലേ. എൻഡഡിൽ വെർബ് വരുന്നത് ഏതാണ്? ഡിഡ് ആണ്. എൻ പ്ലസ് ഡിഡ് ആണ് എൻഡഡ് വരിക. അപ്പോൾ ഡിഡ് ആണ് വെർബായിട്ട് വരിക. അപ്പോൾ ഡിഡ് നെഗറ്റീവ് ഉള്ളത് നോക്കുമ്പോഴത്തേക്കും ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് വരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് റെസ്പോൺസ് ടു ദ ഹെഡ് ഓഫ് ദി ഓഫീസ് ഹു ആസ്ക്സ് ആൻ എംപ്ലോയി ഹു ഹാസ് കം ഇൻ ലേറ്റ്. ഡു യു നോ വാട്ട് ടൈം ഇറ്റ് ഈസ്? അപ്പം എന്താണ്, ഒരു എംപ്ലോയി എന്ത് ചെയ്യുന്നുണ്ട്? ലേറ്റ് ആയിട്ട് വരികയാണ്. എംപ്ലോയി ലേറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും ആ ഓഫീസിൻ്റെ ഹെഡ് അയാളോട് ചോദിക്കുവാണ് നിങ്ങൾക്ക് സമയം എത്രയെന്ന് ചോദിക്കുവാണ്. സമയം എത്രയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതിന് അർത്ഥം എന്താണ്? അപ്പം അയാൾ സമയം അറിയാൻ വേണ്ടിയിട്ടല്ല ചോദിക്കുന്നത് അല്ലേ. നിങ്ങൾ ലേറ്റ് ആയിട്ടാണ് വന്നതെന്നാണ് ആൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം അതിന് കൃത്യമായിട്ടുള്ള റെസ്പോൺസ് ഏത് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പം നമ്മുടെ അടുത്ത് ഇപ്പം എന്താണ് ലേറ്റ് ആയിട്ട് വന്നപ്പോഴത്തേക്കും അവിടെ ഓഫീസിലെ ഹെഡ് അവിടെ നിൽപ്പുണ്ട്. ഇപ്പോൾ സമയം എത്ര എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഉടനെ നമ്മൾ 10 എന്ന് മറുപടി പറയാൻ പറ്റുമോ? 10 മാഡം എന്ന് പറയാൻ പറ്റുമോ? അതോ ഐ ആം സോറി ഐ ആം ലേറ്റ് മാഡം എന്ന് പറയാൻ പറ്റുമോ? യെസ് മാം എന്ന് പറയാൻ പറ്റുമോ? അപ്പം നമുക്കറിയാം നമ്മൾ ലേറ്റായി വന്നുകൊണ്ടാണ് ചോദിക്കുന്നത്. നമുക്കറിയാം നമ്മൾ പോയി സമയം പറയുവാണെന്നുണ്ടെങ്കിൽ അത് അവരെ കളിയാക്കും പോലെയാണ്, അത് പ്രശ്നമാവും. അപ്പോഴത്തേക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത് ഇവിടെ ഓപ്ഷൻ സി ആണ്. ഐ ആം സോറി ഐ ആം ലേറ്റ് മാഡം. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം. ടെൻറ്റാമൂൺ മീൻസ്, ടെൻറ്റാമൂൺ എന്നൊരു വീടുണ്ട്, അതിൻ്റെ മീനിങ് ആണ് ഇവിടെ നമ്മൾ ചോദിക്കുന്നത് അല്ലേ. അതിൽ ഈക്വലൻ്റ് ഉണ്ട്, ഇൻസഫിഷ്യൻ്റ് ഉണ്ട്, അൺഈക്വൽ ഉണ്ട്, കണ്ടംപ്റ്റസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് വരിക ഈക്വലൻ്റ് ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ എ ഈക്വലൻ്റ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. വൊക്കാബുലറി സെക്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അടുത്ത ചോദ്യം. ടു ഹാവ് സ്റ്റിക്കി ഫിംഗേഴ്സ് മീനിങ് ടു ഹാവ് എ ടെൻഡൻസി ടു. അപ്പം സ്റ്റിക്കി ഫിംഗേഴ്സ് എന്നുള്ള ഫ്രേസിൻ്റെ മീനിങ് ആണ് ചോദിക്കുന്നത്. സ്റ്റിക്കി ഫിംഗേഴ്സ് എന്നുള്ളതിൻ്റെ മീനിങ് ആണ് ചോദിക്കുന്നത്. അതിനകത്ത് സ്വെറ്റ് എന്നാണോ, സ്ട്രൈക്ക് എന്നാണോ, സ്ക്രാച്ച് എന്നാണോ, സ്റ്റീൽ എന്നാണോ അതിനർത്ഥം? അപ്പോൾ ഇതിൻ്റെ അർത്ഥമായിട്ട് വരിക ഓപ്ഷൻ ഡി ആണ്. സ്റ്റീൽ എന്നുള്ളതാണ് എൻ്റെ മീനിങ് ആയിട്ട്. സ്റ്റിക്കി ഫിംഗേഴ്സ് എന്ന് പറഞ്ഞ അർത്ഥം എന്നാണ് സ്റ്റീൽ എന്നുള്ളതാണ്. ടെൻഡൻസി ടു സ്റ്റീൽ എന്നുള്ളതാണ് എൻ്റെ മീനിങ് ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ചോദ്യം. വെൻ എ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻപങ്ക്ട് ഇറ്റ് ഈസ് കൺസിഡേർഡ് ഓതൻറ്റിക്, its validity is challenged, its validity is reinforced, it acquires the force of law. ഇതിൽ ഏതെന്നാണ് ചോദ്യം. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക ഇറ്റ് ഈസ് കൺസിഡേർഡ് ഓതൻറ്റിക് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട്.